എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പായസമാണ് തയ്യാറാക്കുന്നത്. ഇപ്പം മാമ്പഴക്കാലമൊക്കെ ആണല്ലോ, അന്നേരം ഈ ഒരു പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടും ഒരു വ്യത്യസ്ത രുചിയിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു പായസം തന്നെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അരക്കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. നമ്മൾ പായസം തയ്യാറാക്കുന്ന ഏത് പാത്രമാണോ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉണക്കമുന്തിരിയുടെയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും ഒക്കെ എണ്ണം പറയാത്തത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉരുളിയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി സെയിം ഉരുളിയിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് സേമിയയാണ് എടുക്കുന്നത്. ഇനിയും ഈ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. സേമിയയുടെ കളറ് ഒന്ന് മാറി വരുന്നിടം വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 പേർക്ക് കഴിക്കാവുന്ന സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയത് കേട്ടോ. ഇപ്പം ഏകദേശം നല്ലതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഈ പാനിൽ നിന്ന് സേമിയയും മാറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 4 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ സേമിയൊക്കെ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ വേണം പാലും എല്ലാം അളന്നെടുക്കാനേ. ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇനിയും ഇതൊന്ന് ആ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വച്ചിരിക്കുന്ന ചവ്വരിയില്ലേ, അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പാലിൽ കിടന്ന് തന്നെ ഈ ചവ്വരി ഒന്ന് വെന്ത് വരട്ടെ. 15 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ചവ്വരി വെന്ത് വരും കേട്ടോ. ട്രാൻസ്പെയറൻറ്റ് കളറാകുന്നിടം വരെ അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ മധുരം ശകലം കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം പാലിന് മുകളിലെല്ലാം ചവ്വരി കിടക്കുന്നത്. നമ്മൾ പാലിലേക്ക് ചവ്വരി ചേർത്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് വെന്തു എന്നുള്ള അർത്ഥമാണേ. അപ്പോൾ പാല് നല്ലതായിട്ട് ചൂടായും വന്നിട്ടുണ്ട്. ഈ പാലിങ്ങനെ തിളയ്ക്കാൻ വരുന്ന സമയത്ത് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. ഞാൻ തീരെ കനം കുറഞ്ഞ സേമിയ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സേമിയയുടെ കനം കൂടെ നോക്കി വേണം നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ. വെന്തോ ഇല്ലയോ എന്നൊക്കെ നോക്കാം കേട്ടോ. പക്ഷെ എനിക്ക് എപ്പോഴും ഈ കനം കുറഞ്ഞ ടൈപ്പ് സേമിയ ഇഷ്ടം. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം കണ്ട പാലൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേമിയ ഒരു 1/4 വേവോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം തീ ഓഫ് ചെയ്യാൻ. കാരണം ഒരുപാട് അങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പാല് ആ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ മാമ്പഴ പായസം എന്ന് പറഞ്ഞിട്ട് മാമ്പഴം ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പായസം അടച്ചു വെച്ചിരിക്കുക അവിടെ. ഈ ഒരു സമയത്ത് ഞാൻ ഒരു പഴുത്ത മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ്, മധുരമുള്ള മാങ്ങ തന്നെ എടുക്കണം. അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പം പാല് ഏകദേശം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. എപ്പോഴും മാമ്പഴത്തിൻ്റെ ഒരു പൾപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാല് ചൂട് തീരെ കുറവായിരിക്കണം. നല്ല ചൂടിലിരിക്കുന്ന പാലിലേക്ക് ഈ മാമ്പഴത്തിൻ്റെ ഈ ഒരു ജ്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമല്ല, നമ്മൾ സേമിയ പായസത്തിനായിട്ട് ഉപയോഗിക്കുന്ന മാമ്പഴം നല്ല പഴുത്ത നല്ല മധുരമുള്ള പായസം തന്നെ ആയിരിക്കണേ. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പം കണ്ടോ, നമ്മുടെ പായസത്തിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറും. ഞാൻ ഒരു മാമ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം 4 കപ്പ് പാല്, 1 കപ്പ് സേമിയ,
ഒരു മാമ്പഴം. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴത്തിൻ്റെ പായസം തന്നെയാണ് കേട്ടോ. ഇപ്പം കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ സേമിയ 3/4 വേവായപ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്തത്. ഇപ്പം കണ്ടോ പാലൊക്കെ നന്നായിട്ട് കുറുകിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നൊന്നര ഒരു പായസം തയ്യാറായി കിട്ടുവേ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം തീരെ കനം കുറച്ച് കണ്ടോ ഇങ്ങനെ രീതിയിൽ മുറിച്ചെടുത്തതാണ്. സ്ലൈസായിട്ട് തീരെ കനം കുറച്ച് രീതിയിൽ മുറിച്ചെടുത്തതും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിന് മുകളിലേക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ മാമ്പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അതൊന്നുകൂടെ ചെറുതായിട്ടരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പായസത്തിൻ്റെ മുകളിലേക്ക് ഈ ഒരു മാമ്പഴം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കാരണം മാമ്പഴത്തിൻ്റെ ആ ഒരു ജ്യൂസും ഈ മാമ്പഴ കഷ്ണവും ഒക്കെ കൂടെ ചേരുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസം തന്നെയാണ്. എല്ലാവരും ഈ സേമിയ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മാമ്പഴത്തിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്ന ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മാമ്പഴം അരച്ചെടുക്കണം. അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാലിന് ചൂട് തീരെ കുറവായിരിക്കണം. നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം, മാമ്പഴ സേമിയ പായസം തയ്യാറാക്കി കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.